أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും മുത്തഫഖുൻ അലൈഹിയായി ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ് ഹദീസു ജിബ്രീൽ. അതായത് സഹീഹുൽ ബുഖാരിയിലും സഹീഹു മുസ്ലിമിലും ഈ ഹദീസ് ഒരുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ കോലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്ന് ചില ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന വിഷയം പറയപ്പെട്ട ഹദീസ് ആയതുകൊണ്ടാണ് ഹദീസു ജിബ്രീൽ എന്നീ ഹദീസിന് പേര് പറയപ്പെട്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവാണ് സംഭവം ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ആ വന്ന ആള് ആദ്യം ഇസ്ലാമിനെ പറ്റി ചോദിച്ചു. ഇസ്ലാമിന്റെ 5 അർക്കാനുകൾ, റുക്നുകൾ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കേട്ടപ്പം ആ ചോദിച്ച ആള് പറഞ്ഞു, സദഖ്ത, അതെ, നിങ്ങൾ സത്യമാണ് പറഞ്ഞത്. അത് കേട്ടപ്പം ഫഅജിബ്നാ ലഹു, നമുക്ക് അത്ഭുതമായി. യസ്അലുഹു വയുസദ്ദിഖു, ചോദ്യം ചോദിക്കും ചെയ്യുന്നു, എന്നാൽ ആ ഉത്തരം അറിയുന്ന ആളെ പോലെ ഉത്തരം പറഞ്ഞപ്പം അത് ശരിയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്തിനാ അദ്ദേഹം ചോദിച്ചത്? അത് നമുക്ക് അത്ഭുതമായി. രണ്ടാമത് അദ്ദേഹം ചോദിച്ചു, ഈമാൻ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർക്കാനുൽ ഈമാൻ വിശദീകരിച്ചു കൊടുത്തു. അതായത് ഈമാനിന്റെ 6 റുക്നുകൾ, ഈമാൻ കാര്യങ്ങൾ. അതിൽ 5-മതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽയൗമിൽ ആഖിർ, അന്ത്യനാളിലും വിശ്വസിക്കലാണ്. അന്ത്യനാള് ഗൈബിയായ വിശ്വാസമാണ്. അത് നമ്മൾ കണ്ടിട്ടില്ല, കാണാനിരിക്കുന്നേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞെന്ന കാര്യങ്ങളാണ്. അതൊന്നും ആരെങ്കിലും പോയി കണ്ട് അനുഭവിച്ച് വന്ന് നമ്മുടെ മുമ്പിൽ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ വിശ്വസിക്കുന്നു, വിശ്വസിച്ചേ പറ്റൂ. കാരണം അഹ്ലുസുന്ന വൽ ജമാഅ അവരുടെ അഖീദ വിശദീകരിച്ചപ്പോൾ പ്രധാനമായും പറഞ്ഞു, ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നത് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും പരിഗണിച്ചുകൊണ്ടാണ്. അതിൽ ഒരു വിഷയം പറയപ്പെട്ട് കഴിഞ്ഞാൽ അത് ശരിയാണ്, അത് സത്യമാക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അതാരും കണ്ടിട്ടില്ലല്ലോ, അനുഭവിച്ചിട്ടില്ലല്ലോ, അത് നമുക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ, അതെങ്ങനെയാ സംഭവിക്കുക എന്നിത്യാദി ശക്കുകൾ, സംശയങ്ങൾ ഈമാനിനെ അപകടത്തിലാക്കും. കാരണം അത് ഗൈബിയായ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ്. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾ പറഞ്ഞു, മരണം തൊട്ടങ്ങോട്ട് സ്വർഗ നരകങ്ങളിലേക്ക് ആളുകളെ വേർതിരിച്ച് അയക്കപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം വിശ്വസിക്കൽ യൗമുൽ ആഖിറിന്റെ ഈമാനിൽ പെട്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് അവര് ദുനിയാവിൽ ചെയ്ത നന്മ തിന്മകൾ എഴുതി വച്ചിരിക്കുന്ന കിതാബുകൾ, ഗ്രന്ഥങ്ങൾ കൈമാറുക അല്ലെങ്കിൽ വിതരണം ചെയ്യുക എന്നുള്ളത്. അതെപ്പോഴാണ് നടക്കുക എന്ന കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ഉലമാക്കൾ പറഞ്ഞു, ഹിസാബിനും ശേഷം, ഹിസാബും കഴിഞ്ഞ് പിന്നെ മീസാന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ സിറാത്ത് പാലത്തിന്റെ അടുത്തിലേക്ക് പോകുന്ന സമയത്താണ് ആളുകളുടെ കയ്യിൽ ആ കിതാബുകൾ കൊടുക്കുക എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാര് പറഞ്ഞു, അതല്ല, ഹിസാബിന് മുമ്പായിരിക്കും ആ കിതാബുകൾ അല്ലാഹു കൈമാറുക. അതാണ് ശരിയായ അഭിപ്രായവും. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥത്തിന്റെ വിതരണത്തെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകളിൽ
ആദ്യം പറഞ്ഞത് കിതാബിന്റെ വിതരണവും പിന്നീട് പറഞ്ഞത് ഹിസാബുമാണ്. അള്ളാഹു പറഞ്ഞു ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. ആരുടെ വലത് കയ്യിലാണോ കിതാബ് നൽകപ്പെടുന്നത് അവൻ വളരെ ഈസിയായി വിചാരണ ചെയ്യപ്പെടും. ഇപ്പൊ വിചാരണയെ പറ്റി പറയുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അതിന് മുമ്പാണ് കിതാബിന്റെ കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം കിതാബ് നൽകലാണ് എന്ന് ഉലമാക്കൾ അഭിപ്രായപ്പെട്ടതാണ് ശരി. മാത്രമല്ല സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു കുറച്ച് വിശദീകരിച്ചു പറഞ്ഞു, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. നാളെ അന്ത്യനാളിൽ ഓരോരുത്തർക്കും അവരവരുടെ കിതാബുകൾ തുറക്കപ്പെട്ട രീതിയിൽ നൽകപ്പെടും. അതായത് ഒരാളുടെ മൗത്തോടുകൂടി മരിച്ച് ദുനിയാവിൽ നിന്ന് യാത്രയാവനോടുകൂടി എഴുതിക്കൊണ്ടിരിക്കുന്ന 2 മലക്കുകളും ആ 2 കിതാബുകളും അടക്കും. പിന്നെ അത് തുറക്കൂല. പിന്നെ അത് തുറക്കപ്പെടുക മഹ്ശറിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹാജരായി ആളുകൾക്ക് ആ കിതാബ് കൈമാറുന്ന സമയത്താണ് തുറക്കുക. തുറന്നിട്ടായിരിക്കും അത് കൈമലിലേക്ക് കൊടുക്കുക. കിതാബൻ യൽഖാഹു മൻശൂറാ. എന്നിട്ട് പറയും ഇഖ്റ കിതാബക്, ഇനി നീ നിന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. ആ കിതാബ് മതിയാവും നിനക്ക് വിചാരണക്ക് പകരമായി, അല്ലെങ്കിൽ വിചാരണയായിട്ട് ആ കിതാബ് മതിയാവും. കാരണം എന്താണോ ചോദിക്കാനുള്ളത് അത് കൃത്യമായും ആ മലക്കുകൾ ആ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞ പോലെ തുറക്കപ്പെട്ട രീതിയിൽ ആ കിതാബ് ആളുകളുടെ കൈമലിൽ കൈമാറുന്ന സമയത്താണ് യഥാർത്ഥത്തില് അവര് അന്തം വിടുക, അത്ഭുതപ്പെടുക. അവര് പറയും മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു കിതാബാണിത്, ചെറുതും വലുതുമായ ഒരു കാര്യവും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ എന്ന് അവർ അതിന് ശേഷം വായിച്ചു നോക്കിയിട്ടാണ് മഹ്ശറിൽ അന്ത്യനാളിൽ അത്ഭുതം പറയുക, അല്ലെങ്കിൽ അവർ വിഷമം പറയുക. അപ്പൊ ഇവിടെയും അല്ലാഹു ആദ്യം കിതാബ് നൽകുന്നത് പറഞ്ഞു, അതിന് ശേഷമാണ് ഹിസാബിന്റെ കാര്യം പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി. ആരെങ്കിലും സന്മാർഗത്തിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി, അവനാ സന്മാർഗം സ്വീകരിക്കൽ കൊണ്ട് ഗുണം കിട്ടുന്നത് അവന്റെ നഫ്സിന് തന്നെയാണ്, വേറെ ആർക്കുമല്ല. ഒരാൾ നന്നായാൽ ആ നന്നാവൽ കൊണ്ട് അതിന്റെ ഉപകാരം ലഭിക്കുന്നത് ഓന്റെ നഫ്സിനാണ്, ഓന്റെ തടിക്കന്നെയാണ്. വമൻ ضل فإنما يضل عليها. ഇനി ഒരുത്തൻ വഴികേടിന്റെ മാർഗം സ്വീകരിച്ചു, നന്മയുടെ വഴി സ്വീകരിച്ചില്ല, നന്മകൾ ചെയ്തില്ല, ദ്വലാലത്തിലായി പോയി, വഴികേടിലായി പോയി, ആ വഴികേടിന്റെ അപകടം സഹിക്കേണ്ടി വരുന്നതും അവൻ മാത്രമാണ്, ഒരാളുണ്ടാവൂല. ഇത് പറയാൻ കാരണം മിക്കപ്പോഴും തെറ്റുകളിലേക്ക് മനുഷ്യന്മാര് പോയി പോവുക കൂട്ടുകെട്ടിലാണ്, അതല്ലെങ്കിൽ മാഹൗലിലാണ്, സാഹചര്യത്തിലാണ്, അവസ്ഥകൾക്കനുസരിച്ചാണ്. തെറ്റുകൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കാനുള്ള ആളുകൾ ഉണ്ടാവും. ശൈത്താൻ അവരുടെ കൂടെ കൂടും. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുവർഗത്തിൽപ്പെട്ടതും ഉണ്ടാവും, മനുഷ്യവർഗത്തിൽപ്പെട്ടതും ഉണ്ടാവും. പക്ഷെ നാളെ ആഖിറത്തിൽ ആ ദ്വലാലത്തിന്റെ വേദന അനുഭവിക്കേണ്ടി വരിക അവൻ സ്വന്തമാണ്, വേറെ ആരുണ്ടാവൂല. വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഒരാളും മറ്റൊരാളുടെ ഭാരം ചുമക്കുകയും ഇല്ല. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. നാം വെറുതെ അങ്ങനെ അടിമകളെ ശിക്ഷിക്കുന്നവനുമല്ല. ഇങ്ങനെ കാര്യങ്ങളുണ്ട്, 2 മലക്കുകളെ നാം നിശ്ചയിച്ചിട്ടുണ്ട്. അവർ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എഴുതി വെക്കുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകൾ പോലും അവർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതൊന്നും മാഞ്ഞു പോവൂല, അതിൽ നിന്നൊന്നും അസ്ഥിരപ്പെട്ടു പോവൂല, നഷ്ടപ്പെട്ടു പോവൂല. അതൊക്കെ കൃത്യമായി നിങ്ങളെ കൈമല് വായിക്കാൻ വേണ്ടി തരും. അതിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും, അതിൽ തിന്മയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. ഇതൊക്കെ പറഞ്ഞു തരാനായി ഒരു റസൂലിനെ അയക്കാതെ ഞാൻ ഒരാളെയും ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നാളെ മഹ്ശറിൽ ഒരാൾക്കും അല്ലാഹുവിന്റെ കോടതിയിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കൂല. മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ബോധിപ്പിക്കാൻ പറ്റൂല.
കാരണം ഇന്ന സംഗതികൾ വരാനുണ്ട് എന്ന് നേരത്തെ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞുതരാൻ പ്രവാചകന്മാരെ അയച്ചു, കിതാബുകൾ തന്നു. അത് പിന്നീടും കേൾക്കാനുള്ള അവസരങ്ങളും അള്ളാഹു ഉണ്ടാക്കി. വമാ കുന്നാ മുഅദ്ദിബീൻ, ഞാൻ ശിക്ഷിക്കുന്നവനല്ല നാം, ഹത്താ നബഅസ റസൂലാ, നാം ഒരു ദൂതനെ നിയോഗിക്കുന്നത് വരെ അയച്ച് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്. അപ്പൊ അവിടെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ബിനശ്രിൽ കിതാബ്, ആദ്യം കിതാബുകൾ കയ്യിൽ കൊടുക്കും. സുമ്മ അമറ ബിൽ ഖിറാഅ, പിന്നെ അവനോടത് വായിക്കാൻ കൽപ്പിക്കും. വഅന്നഹു സയുഹാസബു, അതിനുശേഷം അവൻ വിചാരണ ചെയ്യപ്പെടും. ഇതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ മഹ്ശറിൽ കിതാബ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി. ആ കിതാബിന്റെ നീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂമിയുടെയും ഒന്നാം ആകാശത്തിന്റെയും ഇടയിൽ എത്ര ദൂരമുണ്ടോ അത്രയും വലുപ്പമുണ്ടാകും എഴുതപ്പെട്ട ആ കിതാബിന്. എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി ആയതിനു ശേഷം മരിക്കുന്നതുവരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടന്ന സർവസംഗതികളും ഓരോ കാര്യങ്ങളും ആ കിതാബിൽ മക്തൂബാണ്, രേഖപ്പെട്ട് കിടപ്പുണ്ട്. ഏൽപ്പിക്കപ്പെട്ട 2 മലക്കുകളോ ഉറക്കമില്ലാത്തവരാണ്, വിശ്രമം ആവശ്യമില്ലാത്തവരാണ്, കണ്ണടഞ്ഞു പോവാത്തവരാണ്, ക്ഷീണമില്ലാത്തവരാണ്. കാരണം അതുണ്ടാവുന്ന തരത്തിലല്ല മലായിക്കത്തിന്റെ സൃഷ്ടിപ്പ്. അവർ 100 കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഭക്ഷണ ആവശ്യമില്ല, വെള്ളം ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഉറക്കവും ക്ഷീണവും ഒന്നുമില്ല. അവർ സദാസമയം ജാഗരൂകരാണ് അടിമകളുടെ ഈ പ്രവൃത്തികളിൽ. കിറാമുൻ കാതിബീൻ എന്നല്ല, അവര് മാന്യന്മാരുമാണ്. എന്തെങ്കിലും ചെറിയ സഹതാപത്തിന്റെ മേലിൽ എഴുതാണ്ടൊന്നും വിട്ടുകളയൊന്നുമില്ല. എന്തെങ്കിലും ഒരു തിന്മ അല്ലെങ്കിൽ പറഞ്ഞൊരു വാക്ക്, ഇനി എന്തെങ്കിലും പ്രത്യേക ദേഷ്യത്തിന്റെ പേരിൽ ചെയ്യാത്തത് കടത്തിക്കൂട്ടി എഴുതൂല്ല. ഇനി ചെയ്ത ഒരു നന്മ എന്തെങ്കിലും അസൂയ കാരണത്താൽ എഴുതാണ്ട് ഒളിപ്പിച്ചു വെക്കൂല. കിറാമുൻ കാതിബീൻ, ആ എഴുത്തിൽ അവർ മാന്യന്മാരാണ്. പിന്നെന്താ അവരുടെ പ്രത്യേകത? യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അവരറിയും. ഉറക്കിനും കൂടെയുണ്ട്, നാട്ടിലും കൂടെയുണ്ട്, പുറത്തും കൂടെയുണ്ട്, നടക്കുമ്പോ ഇരിക്കുമ്പോ കിടക്കുമ്പോഴും കൂടെയുണ്ട്. സദാസമയത്തും ആ 2 ആൾക്കാരും നിങ്ങളുടെ കൂടെയുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്ക് അവൻ ഉച്ചരിക്കുന്നില്ല, അവന്റെ മുമ്പിൽ റഖീബും അതീദ് മുന്തായിട്ടല്ലാതെ. അത്ര കൃത്യമായി എഴുതപ്പെട്ട കിതാബാണ്. അത് ഇത്രയും വലുപ്പത്തിൽ ഉണ്ടാവും. അത് ഏകദേശം 99 എണ്ണം ഉണ്ടാകുമെന്നും ചില ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ കിതാബ് 99 സുഹുഫകൾ ഉണ്ടാവും, ഏടുകൾ ഉണ്ടാവും. അത് അവന്റെ കയ്യിൽ കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും, വായിക്കാനും പറയും. അത് വായിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഹിസാബ്. എന്താ അങ്ങനെ വെക്കാൻ കാരണം? വായിക്കലോടുകൂടി ചെയ്തതെല്ലാം അവൻ സമ്മതിച്ചു, നന്മയും സമ്മതിച്ചു, തിന്മയും സമ്മതിച്ചു. പിന്നെ ഹിസാബ് ചെയ്യുമ്പോൾ ചോദിക്കുമ്പം നിഷേധിക്കാൻ കഴിയൂല, തള്ളിപ്പറയാൻ കഴിയൂല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ന്യായം പറഞ്ഞ് തെറ്റിക്കാൻ സാധിക്കൂല. ആദ്യം വായിപ്പിക്കും, അതിന് ശേഷമായിരിക്കും ഹിസാബ് ഉണ്ടാവുക. ഈ കിതാബ് നൽകപ്പെടുന്ന അവസ്ഥകൾ പലതരത്തിലാണ്, എല്ലാവർക്കും ഒരേപോലെയല്ല. വന്നാസു യതഫാവതൂന ഫീ അഖ്ദിഹിം ലിൽ കിതാബ്, നാളെ മഹ്ശറിൽ കിതാബ് നൽകപ്പെടുന്ന വിഷയത്തിൽ ആളുകൾ പല തട്ടുകളിലാണ്. അതിലൊന്ന് ഫആഖിദുൻ കിതാബഹു ബിയമീനി, വലത്തെ കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. ഫഹുവ മുഅ്മിൻ, ഓൻ മുഅ്മിനാണ്, ഈമാൻ ക്ലിയർ ആണ്, അമൽ സാലിഹ് ചെയ്തവനാണ്. അവന്റെ വലത്തെ കയ്യിലായിരിക്കും കിതാബ് ലഭിക്കുക. വആഖിദുൻ കിതാബഹു ബിശിമാലി, മറ്റൊരു വിഭാഗം ഇടത് കയ്യിൽ കിതാബ് പിടിക്കുന്ന അല്ലെങ്കിൽ നൽകപ്പെടുന്ന ആളാണ്. മറ്റൊരു വിഭാഗം മിൻ വറാഇ ദഹ്രിഹി, മുതുകിന്റെ പിറകിലൂടെ നൽകപ്പെടുന്ന ആളുകളാണ്. ഈ 3 രീതിയിലായിരിക്കും കിതാബ് മലക്കുകൾ ആളുകൾക്ക് വിതരണം ചെയ്യുക. വലത്തെ കയ്യിലാണ് കിതാബ് കിട്ടിയതെങ്കിൽ അതോടുകൂടി ആ കിട്ടിയവന് സമാധാനായി. കാരണം അല്ലാഹു പറഞ്ഞു ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലത്തെ കയ്യിൽ ആർക്കാണോ കിതാബ് നൽകപ്പെടുക
അവൻ തൃപ്തിയിലുള്ള ജീവിതത്തിലാണ്. എന്നാൽ വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശ്ശിമാലി, ഇടത്തെ കയ്യിലാണ് കിതാബ് നൽകപ്പെട്ടതെങ്കിൽ അവന്റെ കാര്യം അപകടമാണ്. അതിനേക്കാൾ കൂടിയതാണ് ഇടത്തെ കൈ പിറകിലേക്ക് മാറ്റിവെച്ച് മുഖം നോക്കാതെ പിറകിലൂടെ നൽകപ്പെടുന്ന ആളുകൾ. അത് കുറച്ചും കൂടി കൂടിയ കുരുത്തം കെട്ട ആളുകൾ. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഈ 3 തരത്തിലാണ് കിതാബ് നൽകപ്പെടുക. അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ഇൻഷിഖാഖിൽ. ഈ വിഷയങ്ങളൊക്കെ അധികവും പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത് അവസാന ഭാഗത്തുള്ള സൂറത്തുകളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിയുടെ മുൻകാപത്ത് ഈ വെള്ള രോമം കണ്ടപ്പം, വെളുത്ത രോമങ്ങൾ നര ബാധിച്ച് കണ്ടപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, നര വന്നല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശയ്യബത്നി ഹൂദുൻ വഅഖവാതുഹാ, സൂറത്ത് ഹൂദും അതിനോടൊപ്പമുള്ള ചില സൂറത്തുകളുമാണ് എനിക്ക് നര ഉണ്ടാക്കിയത്. സൂറത്തുൽ മുർസലാത്ത്, സൂറത്ത് അമ്മ യതസാഅലൂൻ, സൂറത്തുൽ ഇൻഷിഖാഖ്, സൂറത്തുൽ തക്വീർ, അതൊക്കെ ആ സൂറകളിൽ പെട്ടതാണ്. അതിന്റെ കാരണം ഈ സൂറകളിലെല്ലാം പരാമർശിക്കപ്പെടുന്ന വിഷയം യൗമുൽ ആഖിറ, അന്ത്യനാളും മഹ്ശറും ആ മഹ്ശറിൽ നടക്കുന്ന പല സംഭവങ്ങളുമാണ് ഈ സൂറത്തിലുള്ള ചർച്ചാ വിഷയം. അതാണ് എന്നെ നര ബാധിക്കേണ്ട പ്രായമാകാനിട്ടും നരയുള്ളവനാക്കിയത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഇൻഷിഖാഖിൽ, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, ഒരുത്തന്റെ വലത്തെ കയ്യിൽ കിതാബ് നൽകപ്പെടുകയാണെങ്കിൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, ഒന്ന് സന്തോഷിക്കാം. കാരണം അവൻ പിന്നീട് ഹിസാബ് ചെയ്യപ്പെടുന്നത് ഹിസാബൻ യസീറ, വളരെ എളുപ്പമായ ഹിസാബായിരിക്കും. അള്ളാഹു വല്ലാണ്ട് പ്രയാസപ്പെടുത്തൂല. ഹിസാബ് ഉണ്ടാവും, പക്ഷെ അള്ളാഹു ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഥവാ ആരെയെങ്കിലും അള്ളാഹു യസീർ അല്ലാത്ത തരത്തിൽ കുറച്ച് കടുത്ത ഹിസാബിന് വിധേയനാക്കിയാൽ, അപ്പൊ യസീർ എന്ന് പറഞ്ഞ എന്തായിരിക്കും? വലത്തെ കയ്യിൽ കിതാബ് കിട്ടി, അത് വായിപ്പിച്ചു, സന്തോഷമായി, പിന്നെ വല്ലാണ്ട് ചോദിക്കാനൊന്നുമില്ല, പെട്ടെന്ന് പരിഗണിച്ചങ്ങ് വിടും. പക്ഷെ ഇടത്തെ കയ്യിൽ നൽകപ്പെട്ടവനെ കട്ടിക്ക് ഹിസാബ് ചെയ്താൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദ്ദിബ, അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം അങ്ങനെ അണ്ണപ്പൈ തീർത്ത് ഓരോ കാര്യങ്ങളും ചോദിച്ചാൽ നമ്മുടെ കൈമല് നന്മ കുറവായിരിക്കും, തിന്മ കൂടുതലായിരിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ ചോദിക്കേണ്ടത് ഹിസാബ് ഇല്ലാണ്ട് സ്വർഗത്തിലേക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അത് 70,000 ആള് മാത്രമേ ഉണ്ടാവുള്ളൂ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ നിന്ന്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ നിന്ന് ആകെ 70,000 പേര് മാത്രമേ ഹിസാബ് ഒന്നുമില്ലാതെ സ്വർഗത്തിലേക്ക് പോവുള്ളൂ. അതിൽ ഒരാള് ഉക്കാശയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല റളിയല്ലാഹു അൻഹു. കാരണം ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ അറിയിച്ചപ്പോൾ ആ സഹാബി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ആ കൂട്ടത്തിൽ പെടാൻ അങ്ങ് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻത മിൻഹും, നീ ആ കൂട്ടത്തിലാണ്. ഉക്കാശക്ക് നീ ഉറപ്പായി ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോവും, ഒരു സംശയവുമില്ല. രണ്ടാമത്തേത് യസീറായ ഹിസാബിന് വേണ്ടി ദുആ ചെയ്യലാണ്. അല്ലാഹുവേ, അഥവാ നീ ഹിസാബ് ചെയ്താൽ നീ എന്നെ വളരെ എളുപ്പത്തിൽ ഹിസാബ് പൂർത്തിയാക്കി വിടണമേ. കാരണം അങ്ങനെ വിചാരണ ചെയ്യപ്പെടുന്ന ആൾക്കാരെ പറ്റി അല്ലാഹു പറഞ്ഞു, വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, ആ ഹിസാബിന് ശേഷം അവനവന്റെ കുടുംബത്തിന്റെ അടുക്കലേക്ക് സന്തോഷവാനായി മടങ്ങിപ്പോകും. 2 അർത്ഥങ്ങളാണ് ഈ മടക്കത്തിന് മുഫസ്സിറുകൾ പറഞ്ഞത്. അതിലൊന്ന്, മഹ്ശറിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ അള്ളാഹു ആ മനുഷ്യനെ കബൂൽ ചെയ്ത് അയാൾക്ക് നൽകിയിരിക്കുന്ന സ്വർഗത്തിലുള്ള അയാളുടെ കുടുംബം, ഹുർലിങ്ങൾ ഉണ്ടാവും, വൽ ആദമിയൂൻ, മനുഷ്യ സ്ത്രീകൾ ഉണ്ടാവും. അഥവാ ഇവനെ പോലെ ദീനനുസരിച്ച് ജീവിച്ച് നല്ലവളായി മരിച്ചുപോയ ഭാര്യമാരും ഇവരുടെ കൂടെ തന്നെ ആഖിറത്തിലുണ്ടാവും. അപ്പൊ ഒരു പെണ്ണിന് പല ഭർത്താക്കന്മാരുണ്ടായിട്ടുണ്ടെങ്കിലോ? റസൂലുള്ളാഹി തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു. കാരണം അവരുടെ കാലത്ത് എങ്ങനെയാണ്? യുദ്ധമുള്ള ജിഹാദുള്ള കാലം, ഒരു ഭർത്താവ് ഷഹീദായി, അപ്പൊ തന്നെ അവളെ യുദ്ധ കഴിയുമ്പം അടുത്ത ആള് കല്യാണം കഴിക്കും. ചിലപ്പോ ആ ഭർത്താവും പെട്ടെന്ന് ഷഹീദാവും അല്ലെങ്കിൽ മരിച്ചു പോവും, അപ്പൊ വേറൊരാളെ കല്യാണം കഴിക്കും. 4, 5, 7, 11 പ്രാവശ്യം കല്യാണം കഴിക്കപ്പെട്ട സ്ത്രീകളൊക്കെ സഹാബാക്കളുടെ കൂട്ടത്തിലുണ്ട്. അന്ന് അതൊരു ഐബല്ല.
അതൊരു ന്യൂനതയോ കുറവോ തെറ്റോ ആക്ഷേപിക്കപ്പെട്ട കാര്യമോ അല്ല. ഇന്ന് പക്ഷേ അത് ഐബായി. അത് ഐബല്ല. അതിനെ ഐബായി കണ്ടൂടാ. ബഹുഭാര്യത്തിനെ ഐബായി കാണരുത് എന്ന് പറഞ്ഞ പോലെ. ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട, പ്രശ്നമില്ല, നിർബന്ധമുള്ള കാര്യമില്ലല്ലോ. പക്ഷെ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കൽ എന്ത് പരിപാടിയാ എന്ന് പറയൽ ഐബ് കാണലാണ്. അത് കുഫറാണ്. കാരണം അള്ളാഹു നിയമമാക്കിയ ഒരു നിയമത്തില് ന്യൂനത കാണുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ന്യൂനത പറയലാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫദഹുല്ലാഹു തആലയുടെ ഒരു ചോദ്യം വന്നു. ഷെയ്ഖേ, ഞാൻ എന്റെ ഭാര്യ അറിയാതെ മറ്റൊരു കല്യാണം കഴിക്കുകയാണ്, അതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ? അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ ജവാബ്, അല്ല, ഒരിക്കലും ശിക്ഷിക്കപ്പെടൂല. കാരണം നിനക്ക് 2ഉം 3ഉം 4ഉം കല്യാണം കഴിക്കാം എന്നുള്ളത് അള്ളാഹു അനുവദിച്ചിരിക്കുന്ന, അള്ളാഹ് പാസാക്കിയ നിയമമാണ്. ആ നിയമം നീ ചെയ്തേ ഉള്ളൂ. അതിലാരെങ്കിലും അനുവാദം തേടലോ, അതിനാരെങ്കിലും തൃപ്തി ചോദിക്കലോ, ആരുടെയെങ്കിലും തൃപ്തിക്കും അനുവാദത്തിനും കാത്തിരിക്കലോ അള്ളാഹു നിയമമാക്കിയ സംഗതിയിൽപ്പെട്ടതല്ല. കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കാം. അപ്പോഴാണ് ചോദിച്ചു, അതിനെ എന്റെ ഭാര്യ എതിർക്കുന്നുണ്ടെങ്കിലോ, അതിനോട് എന്റെ ഭാര്യ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലോ, അത് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിലോ? അദ്ദേഹത്തിന്റെ മറുപടി, അവൾക്ക് ശിക്ഷയുണ്ട്, അവൾ കുറ്റക്കാരിയാണ്. കാരണം അവൾ അള്ളാഹു നിയമമാക്കിയ നിയമത്തിനെ മോശമായി കണ്ടാൽ അള്ളാഹുവിനെ ഐബ് ചേർക്കലാണ്, ചില്ലറ സംഗതിയല്ല. അപ്പൊ അന്ന് കാലത്തൊരു ഐബല്ല, പക്ഷെ ഇന്നൊരു ഐബായി മാറി. സമൂഹം അങ്ങനെ അതിനെ ആക്കി. 2ഉം 3ഉം 4ഉം കല്യാണം കഴിച്ച ആൾക്കാരെ കാണുമ്പോൾ തന്നെ ആൾക്കാരൊരു നോട്ടം നോക്കും. എന്നാൽ സഹാബാക്കളുടെ കാലത്തോ അതൊരു ഇസ്സത്തായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം കല്യാണം കഴിച്ച ആൾ. കുറേ കല്യാണം കഴിച്ചിട്ടുണ്ട്. പ്രഗത്ഭയായ പല സ്ത്രീകളെയും ഉമർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിട്ടുണ്ട്. ഒരുമിച്ചല്ല, ഒരുമിച്ച് നാളെ ഉണ്ടാവുള്ളൂ, മരിക്കും അടുത്തേക്ക് കിട്ടും. അലി ഇബ്നു അബി താലിബിന്റെ മകൾ ഉമ്മു കുൽസൂമിനെ വരെ ഉമർ റളിയല്ലാഹു അൻഹു നിക്കാഹ് ചെയ്തു വയസ്സുകാലത്ത്. അലിന്റെ മോള് എന്ന് പറയുമ്പം ചെറിയ പ്രായമല്ലേ, കാരണം അഹ്ലു ബൈത്തിൽ പെടാനുള്ള ആശ കൊണ്ട് കല്യാണം കഴിച്ചു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു ആരോ, എന്തിനിപ്പോ ഇങ്ങനെ കല്യാണം കഴിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കല്യാണത്തിനോട് താല്പര്യമുണ്ടായിട്ടല്ല, മറിച്ച് മക്കൾ അധികം ഉണ്ടാവണം എന്നതിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ കഴിച്ചത്. മക്കൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുമായിരുന്നില്ല. ഏറ്റവും അധികം കഴിച്ച ആളാണ്. അതൊരു ഇസ്സത്താണ്. അറബി നാടുകളിൽ ഇന്നും എന്താണ് ഇസ്സത്താണ്. വല്ല തടിയും മുടുക്കും തണ്ടുമായിട്ട് പോയിട്ട് എത്ര ഭാര്യയുണ്ട്? ഓ ആഹിദ, നിങ്ങൾ നോക്കിയിട്ട് പറയും എന്തെങ്കിലും അസുഖമുണ്ടോ, എന്താ ഒന്ന് തന്നെ നിർത്തിയെന്ന് ചോദിക്കും അറബികൾ. അതൊരു ഇസ്സത്താണ്. ഭാര്യമാരുണ്ടാവലും ആ ഭാര്യമാരിൽ കുറെ മക്കളുണ്ടാവലും ഒരു വലിയ കുടുംബത്തിന്റെ നായകനായി മക്കളെ അതബ് പഠിപ്പിച്ച് തർബിയത്ത് കൊടുത്ത് അവരെ ഭരിച്ച് ജീവിക്കലും വലിയ പുണ്യമുള്ള സംഗതിയാണ്. അപ്പൊ അങ്ങനെ ഒരു പെണ്ണിന് കുറെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഇവൾ ആരുടെ കൂടെ ആയിരിക്കും? ചോദ്യം വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട്. കാരണം ഏത് പെണ്ണിനും ആദ്യം കെട്ടി മാപ്പിളിനോടല്ല സ്നേഹം കൂടുതൽ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരാണോ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായ സ്വഭാവക്കാർ, അവരുടെ കൂടെയായിരിക്കും ഈ പെണ്ണ് സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക. അഹ്സനുഹും ഖുലുഖൻ, അതായത് അവളോട് ഏറ്റവും നല്ല നിലക്ക് നിന്ന ഭർത്താവ് ആരാണോ ഓന്റെ കൂടെയായിരിക്കും ഈ പെണ്ണുണ്ടാവുക. അപ്പം മക്കളും ഉണ്ടാവും. അള്ളാഹു അങ്ങനെയാക്കട്ടെ. സൂറത്ത് യാസീനിൽ പറഞ്ഞ പോലെ ഹും വഅസ്വാജുഹും ഫീ ദുലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, അവരും അവരുടെ ഇണകളും ഉണ്ടാവും. അതേപോലെ വദുരിയത്തുഹും, അവരുടെ മക്കളും ഉണ്ടാവും. അങ്ങനെ അവരെന്ത് ചെയ്യും? കുടുംബത്തിന്റെ അടുക്കലേക്ക് സന്തോഷവാനായി പോയിട്ട് പറയും, ഇതാ എന്റെ കൈമല് വലത്തെ കൈമല കിതാബ് കിട്ടിയിരിക്കുന്നത്, ഹിസാബ് എളുപ്പമായി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് സന്തോഷത്തോടെ പറയും. അല്ലെങ്കിൽ ചില പണ്ഡിതന്മാര് പറഞ്ഞു, ദുനിയാവിൽ അവന്റെ കുടുംബക്കാരായിട്ടുണ്ടായിരുന്നവരും മഹ്ശറിൽ ഉണ്ടാവും. ഇവൻ വലത്തെ കയ്യിൽ കിതാബ് കിട്ടി സന്തോഷവാനായി അക്കുടുംബക്കാരത്തേക്ക് പോവും. എന്നിട്ട് അവരുടെ മുന്നിൽ ആ സന്തോഷം പ്രകടിപ്പിക്കുകയും
അവരോട് എന്റെ റബ്ബനോട് കരുണ കാണിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യും. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. ഇനി വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ദഹ്രിഹി, ആരുടെയെങ്കിലും മുതുകിന്റെ പിറകിലൂടെയാണ് കിതാബ് നൽകപ്പെട്ടതെങ്കിൽ, അത് രണ്ടും ജംഅ് ചെയ്തുകൊണ്ട് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഇടത്തെ കൈയിലായിരിക്കും നൽകപ്പെടുക. അതും നേർക്ക് നേരെയല്ല, ബാക്കിലേക്ക് കൈ മടക്കി വെച്ചിട്ട് ബാക്കിൽ നിന്നായിരിക്കും ആ കിതാബ് കൊടുക്കുക. അങ്ങനെ നൽകപ്പെടലോടുകൂടി ആ മനുഷ്യൻ തീർന്നു, അവൻ പറക്കാൻ തുടങ്ങലായി. കാരണം അത് പരാജയത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ്. ഇടത്തെ കയ്യില് പിറകിലൂടെ കിതാബ് നൽകപ്പെടുക. അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കപ്പെട്ടാൽ അവൻ ഓ നാശമേ എന്ന് ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങും. വേറൊന്നും പറയാനില്ല. എന്നിട്ടോ വയസ്ലാ സഈറ, നരകത്തിലേക്ക് അവൻ പ്രവേശിക്കുകയും ചെയ്യും. അതുകൊണ്ട് കിതാബ് വലത് കയ്യിൽ കിട്ടണം, നന്മകളെ കൊണ്ട് നിറക്കപ്പെട്ടതായിരിക്കണം. അത് കിട്ടിക്കഴിയുമ്പം അസന്തോഷ വാർത്ത കുടുംബത്തിനടുത്ത് പോയിട്ട് അറിയിക്കാൻ സാധിക്കുന്നവരിൽ പെടണം. അതിനു വേണ്ടിയായിരിക്കണം ശ്രമം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. മറ്റൊരായത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, സൂറത്തുൽ ഹാഖ, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലത്തെ കയ്യിൽ കിതാബ് നൽകപ്പെട്ടവൻ, ഫയഖൂലു, അവൻ വിളിച്ചു പറയും, ഹാഉ മുഖ്റഉ കിതാബിയ, ഇതാ വന്ന് നോക്കിക്കോളിൻ, എന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കിക്കോളിൻ. കാരണം ദുനിയാവിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് എതിരായിരിക്കും ഭൂരിപക്ഷവും അനുകൂലിക്കുന്നവരാവൂല. അത് ദീനിന്റെ പ്രത്യേകതയാണ്, അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. മാത്രമല്ല ദീൻ മുറുകെ പിടിച്ചവർക്കുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. ഏറ്റവും അടുത്ത ആളുകൾ വരെ എതിരായി നിൽക്കുമ്പം ഇവന്റെ നിലപാട് എന്തായിരിക്കും ഇത് അള്ളാഹ്ക്ക് അറിയേണ്ടത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി എതിരിട്ടതും സംസാരിച്ചതും മൂത്താപ്പ അബൂ ലഹബാണ്. രക്തബന്ധത്തിലുള്ള ആളാണ്. അവിടെ എന്ത് നയം സ്വീകരിക്കും ഈ മുഅ്മിൻ, അത് അള്ളാഹ്ക്ക് അറിയേണ്ടത്. ചിലപ്പം ഭാര്യയായിരിക്കും എതിര്, ചിലപ്പം ഭർത്താവായിരിക്കും, മക്കളായിരിക്കും, ഉമ്മയായിരിക്കും, അടുത്ത ആൾക്കാരായിരിക്കും. അസമയത്ത് എന്ത് നിലപാട് സ്വീകരിക്കും? അവിടെ ദീൻ മുറുകെ പിടിച്ച് ബാക്കിയുള്ളവൻ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചവൻ ആ കിതാബ് കൊണ്ട് ഇവന്റെ അടുത്തേക്ക് പോകും. മഹ്ശറിൽ കിതാബും കൊണ്ട് എതിർത്ത ആളുകളുടെ മുന്നിലേക്ക് പോകും. എന്നിട്ട് പറയും, ഇഖ്റഉ കിതാബി, വായിച്ചോക്ക്, നിങ്ങളല്ലേ അന്ന് എതിർത്തത്, നിങ്ങളല്ലേ അന്ന് ആക്ഷേപിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്താ അറിയോ? മഹ്ശറിൽ നമ്മൾ പരസ്പരം കാണും. കോടതിയിൽ നിൽക്കുമ്പം പരസ്പരം കാണുകയും ചെയ്യും, ഇത് ഇന്ന ആളാണ് എന്നും മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ടല്ലേ പോയി വായിക്കാൻ പറയുന്നുണ്ടാവുക. ചങ്ങാതിമാരോട്, ബന്ധുക്കളോട്, അയൽവാസികളോട്, എതിർത്തവരോട്, ശകാരിച്ചവരോട്, ഇഖ്റഉ കിതാബിയ, കിതാബ് നോക്കുമ്പോ ഫുള്ള് നന്മകൾ മാത്രം. ഇന്നി ദനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇതെന്തുകൊണ്ടാണെന്നറിയോ? എന്റെ കിതാബ് ഇങ്ങനെ കിട്ടാനുള്ള കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനത്തെ ഒരു വിചാരണയുണ്ട്, ഞാൻ നേരിടേണ്ടി വരും, ഞാൻ കാണേണ്ടി വരും, ഈ കിതാബ് വാങ്ങേണ്ടി വരും എന്നെനിക്ക് ബോധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്റെ കിതാബ് ഇങ്ങനെ വായിച്ചു നോക്ക്, ഞാൻ ഇന്ന് സന്തോഷവാനാണ്, ഞാൻ രക്ഷപ്പെട്ടവനാണ്. ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, അവൻ തൃപ്തിയുള്ള ജീവിതത്തിലായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, ഉയർന്ന സ്വർഗത്തിലായിരിക്കും. ഖുതൂഫുഹാ ദാനിയ, പഴവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ താണവന്റെ മുഖത്ത് വന്ന് മുട്ടുന്നതായിരിക്കും. കുലൂ വശ്റബൂ, പറയപ്പെടും, തിന്നോളിൻ കുടിച്ചോളിൻ, ഹനീഅൻ, നല്ല ഉഷാറായിട്ട് തിന്നോളിൻ കുടിച്ചോളിൻ, ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, ദുനിയാവിൽ നിങ്ങൾ ജീവിച്ചു വന്ന ദിവസങ്ങളിൽ അള്ളാഹനെ സൂക്ഷിച്ചതിന് പകരമായിട്ട് സുന്ദരമായി ജീവിച്ചോളിൻ. ഇപ്പൊ കിതാബ് നൽകപ്പെടുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ് മഹ്ശറിൽ. അത് വലത്തെ കയ്യിലാണ് കിട്ടിയതെങ്കിൽ രക്ഷപ്പെട്ടു. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി, ഇനി ആ കിതാബ് ഇടത്തെ കയ്യിലാ കൊടുക്കുന്നെങ്കിലോ, വറാഅ ദഹ്രിഹി, മുമ്പല്ല പറഞ്ഞു, ഇത് വേറെ ആയത്തിൽ ബിശിമാലി, ഇടത്തെ കയ്യിൽ നൽകപ്പെട്ടാൽ, ഫയഖൂൽ, ഓ പറയും, യാ ലൈതനീ ലം ഊത കിതാബിയ, ഷേ ഈ കിതാബ് കിട്ടിയിട്ടില്ലെങ്കിൽ എത്ര നന്നായേനെ. കാരണം എന്താ അറിയോ? ഇത് ആളുകളെ മുന്നിൽ നിന്നാ കൊടുക്കുന്നു. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, നീ നിന്റെ തടിയെ ഒന്ന് സങ്കല്പിക്കുക, അള്ളാന്റെ കോടതിയിൽ നീ നിൽക്കുകയാണ്. ആ കോടതിയിൽ കോടാനുകോടി വരുന്ന മനുഷ്യരുണ്ട്. നമ്മളെ ബന്ധുക്കളുണ്ട്, ചങ്ങാതിമാരുണ്ട്, നമ്മൾ അറിയുന്നവരുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള എല്ലാവരും ഉണ്ട്. അവർക്കിടയിൽ വെച്ച് നിന്റെ പേര് അല്ലാഹു വിളിക്കും,
നിന്റെ ഉപ്പാന്റെ പേരിലേക്ക് ചേർത്തിട്ടാണ് വിളിക്കുക. എന്നാൽ ഇന്ന ആളെയാണ് വിളിക്കപ്പെട്ടത് എന്നവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അവരെ മുമ്പ് കൂടിയാവും നിന്റെ മലക്കുകൾ നിന്റെ കയ്യിൽ പിടിച്ച് അള്ളാന്റെ മുമ്പിലേക്ക് കിതാബ് വാങ്ങാനായി കൊണ്ടുപോവുക. അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയും, എല്ലാവർക്കും മനസ്സിലാവും ചെയ്യും. അങ്ങനെ ആളുടെ മുന്നിൽ നിന്ന് ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുമ്പം ഓനും മനസ്സിലായി, കണ്ടവർക്കെല്ലാം മനസ്സിലായി ഇവൻ തോറ്റ പാർട്ടിയാണ്, ഇവന്റെ ജീവിതം കഴിഞ്ഞു, ഇനി ഇവൻ നരകത്തിലേക്കുള്ളതാണ്. ഓന് നാണക്കേടാവും, ലജ്ജയാവും. അന്നേരം വിളിച്ചു പറയും, ഓഹോഹോ യാലൈതനീലം ഊത കിതാബിയ, എനിക്കിത് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ, വേണ്ടായിരുന്നു, തരണ്ടായിരുന്നു എന്നവൻ ഉറക്കെ വിളിച്ചു പറയും. വലം അദ്രി മാ ഹിസാബിയ, ഇങ്ങനത്തെ ഒരു വിചാരണയും ഇങ്ങനത്തെ ഒരു സാഹചര്യവും ഇങ്ങനത്തെ ഒരു കിതാബ് കൊടുക്കുന്ന രംഗവും ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അത് ഞാൻ ഉൾക്കൊണ്ടില്ല. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ഞാൻ ഉണ്ടാവൂല എന്ന് വിചാരിച്ചത് ഇതാ ഇന്ന് സംഭവിച്ചിരിക്കുന്നു. നിഷേധികൾ ഉണ്ടാവും, അങ്ങനത്തെ സംഭവമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറും സാങ്കല്പിക കഥകൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും. അവര് പറയും യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, അന്ന് നമ്മൾ വിമർശിച്ചതും എതിർത്തതും കളിയാക്കിയതുമായ ദിവസം ഏതാണോ അതിതാ ഇന്ന് സംഭവിച്ചിരിക്കുന്നു. മാ അഗ്ന അന്നി മാലിയ, എന്റെ സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. കാരണം കിതാബില് എന്തുണ്ടോ അതേ കിട്ടുന്നുള്ളൂ. പണം ഉണ്ടായ എന്റെ പേരിൽ പൈസ കൊടുത്തിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ദിവസമല്ല. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരം എന്നെ ഇതാ നശിപ്പിച്ചിരിക്കുന്നു. ഇടത്തെ കയ്യിൽ കിതാബ് നൽകപ്പെട്ട് നാശത്തിന്റെ വാക്കുകൾ പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവനെ പറ്റി അള്ളാന്റെ കൽപ്പനയുണ്ടാകും, ഖുദൂഹു ഫഗുല്ലു, നിങ്ങൾ അവനെ പിടിച്ചോളി, അവനെ ബന്ധിച്ചു കൊള്ളുക, സുമ്മൽ ജഹീമ സല്ലൂ, പിന്നെ നരകത്തിലേക്ക് നിങ്ങൾ എറിഞ്ഞുകൊള്ളുക. ثم في سلسلة ذرعها 70 ذراعا فاسلكوا, പിന്നെ നിങ്ങൾ 70ഓളം കൊളുത്തുകളുള്ള ചങ്ങലയിൽ അവനെ ബന്ധിച്ചു കൊള്ളുക എന്ന് അവിടെ വിളിച്ചു പറയപ്പെടുകയും ചെയ്യും. അതിന്റെ ഒരു കൊളുത്തിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിൽ വെക്കപ്പെട്ടാൽ അതിന്റെ ചൂടുകൊണ്ട് ആ പർവ്വതം മുരുകി ഒലിച്ചു പോകും. അങ്ങനത്തെ ചങ്ങലയിലായിരിക്കും അവൻ ബന്ധിക്കപ്പെടുക. അള്ളാഹു കാക്കട്ടെ. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹു തആല ഈ പറയപ്പെട്ട വിഷയത്തെ വളരെ മനോഹരമായി ഇങ്ങനെ തസ്വീർ ചെയ്തു, സങ്കല്പിച്ചു പറഞ്ഞു. ഫഇദാ ബുഇസൽ ഇബാദു മിൻ ഖുബൂരിഹിം ഇലൽ മൗഖിഫ്, ഖബറുകളിൽ നിന്നും അടിമകൾ അവിടെ ചെന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ, വഖാമു ഫീഹി മാ ഷാ അല്ലാഹ്, അല്ലാഹു എത്ര കാലമാണോ ഉദ്ദേശിക്കുന്നത് അത്രയും കാലം അവിടെ നിന്ന് കഴിയുമ്പം, ഹുഫാത്തൻ ഉറാത്തൻ, ചെരുപ്പില്ലാതെ വസ്ത്രമില്ലാതെ മാർക്കം ചെയ്യാത്ത കോലത്തിൽ, വജാഅ വഖ്തുൽ ഹിസാബ്, വിചാരണയുടെ സമയം വന്നെത്തുകയും ചെയ്താൽ, അല്ലദി യുരീദുല്ലാഹു അൻ യുഹാസിബഹും ഫീ, അല്ലാഹു എപ്പോഴാണോ അടിമകളെ വിചാരണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സമയം വന്നു കഴിഞ്ഞാൽ, ഉമിറ ബിൽ കുതുബില്ലതി കതബഹൽ കിറാമുൽ കാതിബൂൻ, കിറാമുൻ കാതിബീൻ അല്ലാഹു എന്ന് പറഞ്ഞ മാന്യന്മാരായ ആ എഴുത്തുകാർ എഴുതി വെച്ച കിതാബുകൾ കൊണ്ടുവരാനുള്ള കൽപ്പനയുണ്ടാവും. എന്താ എഴുതിയത്? ജനങ്ങൾ ചെയ്ത അമലുകൾ എഴുതിയ കിതാബുകൾ അത് കൊണ്ടുവരാൻ ആവശ്യപ്പെടും. അതവർക്ക് നൽകാൻ തുടങ്ങും. ചില ആളുകൾക്ക് വലത്തെ കയ്യിൽ കിട്ടും, അവർ വിജയികളാണ്. ചില ആളുകൾക്ക് ഇടത്തെ കൈമൽ കിട്ടും, അല്ലെങ്കിൽ മുതുകിന്റെ പിറകിലൂടെ കിട്ടും. അവർ പരാജയപ്പെട്ടവരാണ്. ആ സമയത്ത് അവർ ഓരോരുത്തരും അവർക്ക് നൽകപ്പെട്ട കിതാബുകൾ വായിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇടത്തെ കയ്യിൽ മുതുകിന്റെ പിറകിലൂടെ കിതാബ് നൽകപ്പെട്ടവർക്ക് കിതാബ് വായിക്കാൻ നേരെ മുഖത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കൂല. മറിച്ച് അവരുടെ മുഖം അവരുടെ പിരടിയിലേക്ക് മാറ്റപ്പെടും. അത്ര നിന്ദ്യമായ വേദനയുള്ള അവസ്ഥയിലായിരിക്കും അവർ ആ കിതാബിനെ അവിടെ നിന്ന് വായിക്കുക. എന്നിട്ട് ഇദാ തതായറത്തിൽ കുതുബ്, ഈ ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട് കഴിഞ്ഞാൽ, വനുസിബത്തിൽ മവാസീൻ, ഇനി അത് തൂക്കാനുള്ള ത്രാസുകളെല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ,
കിതാബെല്ലാം കൊടുത്തു, എല്ലാവരെയും കിതാബ് കിട്ടി. അതിന് എത്ര സമയം എടുക്കും അല്ലാഹു ആലം. ഇനി ആ കിതാബ് വായിപ്പിച്ച് ഇനി ആ കിതാബ് മീസാനിൽ തൂക്കണം, അതിന്റെ അളവ് നോക്കാൻ. അതിനുവേണ്ടി മീസാൻ ത്രാസുകളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നൂദിയത് ബിസ്മിക അലാ റൂസിൽ ഖലായിക്, മലൗകരുടെ മുന്നിൽ നിന്റെ പേര് ഉറക്കെ വിളിക്കപ്പെടും. യബ്ന ഫുലാൻ, ഐന ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന ആളുടെ മകൻ ഇന്ന ആളെവിടെ. ഹലുമ്മ ഇലൽ അർദി അലല്ലാഹി തആല, അല്ലാഹുവിന്റെ അടുത്തേക്ക് നന്മതിന്മകൾ പ്രദർശിപ്പിക്കാനായി വന്നുകൊള്ളുക എന്നുറക്കെ വിളിച്ചു പറയപ്പെടും. വഖദ് വക്കിലത്തിൽ മലായികതു ബിഅഖ്ദിക്, ചില ആൾക്കാർ പോവില്ല, അവനെ പേടിച്ച് നിൽക്കുകയാണ്. പക്ഷെ അവനെ പിടിച്ചു കൊണ്ടുവരുവാനുള്ള മലക്കുകൾ അവിടെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫൻ, ഓടാൻ കഴിയൂല, മലക്കുകൾ സഫായി നിൽക്കുന്നുണ്ടാവും. ഫഖറബതുക ഇലല്ലാഹ്, അവര് നിങ്ങളെ പിടിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ എത്തിക്കും. ലാ യംനഉഹാ ഇസ്തിബാഹുൽ അസ്മാഇ ബിസ്മിക വ ഇസ്മി അബീക്, ഒരാളുടെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പേരാണ് എന്നതിന്റെ പേരിൽ മാറിപ്പോവില്ല. അബ്ദുള്ള എന്ന് കോടിക്കണക്കിന് ആൾക്കാർക്ക് പേരുണ്ടാവും, പക്ഷെ അബ്ദുള്ള എന്ന് അവിടെ ആരെയാണോ വിളിച്ചത് അയാളെ തന്നെ മലക്ക് പോയി പിടിച്ചിട്ട് കൊണ്ടുവരും. വേറൊരുത്തനെ ആ പേര് കേട്ടിട്ട് പേര് മാറി കൊണ്ടുവരികയില്ല. ഇദാ അറഫ്ത അന്നകൽ മുറാദു ബിദ്ദുആ, എന്നെയാണ് ഇപ്പം വിളിച്ചത് എന്ന് നീ അറിയുന്ന ആ സമയം, അള്ളാന്റെ മഹ്ശറും ആ കോടതിയും ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അവിടെ മലക്ക് ഉറക്കെ വിളിക്കും നമ്മളെ പേര്. ഇത് എന്നെയാ വിളിച്ചത്, കാരണം എന്റെ ഉപ്പാന്റെ പേരോട് ചേർത്തിട്ടാ വിളിക്കുന്നത്. എന്റെ നേരെയാണ് ഈ പേര് വിളിക്കുമ്പോ മലക്ക് പിടിക്കാൻ വേണ്ടി വരുന്നത്, ഞാനാണ് ഇപ്പൊ പോവേണ്ടി വരിക എന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ഇദാ ഖറഅ നിദാഉ ഖൽബക്, നിന്റെ ചെവിയിലല്ല ആ വിളിയാളം നിന്റെ ഹൃദയത്തിന്റെ വാതിലിൽ വന്ന് മുട്ടിയാൽ, അതായിരിക്കും അന്നത്തെ അവസ്ഥ. മനുഷ്യന്മാര് ഹിസാബിന് വേണ്ടി പോവാൻ, കൊണ്ടുപോകാൻ, അള്ളാഹിന്റെ അടുത്തേക്ക് പോവാൻ വേണ്ടി പോവാൻ, ചെവിയിലല്ല നിന്റെ ഖൽബിന്റെ വാതിലിൽ ആ വിളിയാളം വന്ന് മുട്ടിയാൽ, ഫഅലിംത അന്നകൽ മത്ലൂബ്, നിന്നെയാ വിളിച്ചത്, നീയാണ് പോവേണ്ടത് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ, ഫർതഅദത് ഫറായിസുക് വൽതറബത് ജവാരിഹുക് വതഗയ്യറ ലൗനുക്, നിന്റെ നരമ്പുകൾ കൂച്ചു വിലങ്ങാൻ തുടങ്ങും, നിന്റെ അവയവങ്ങൾ വറക്കാൻ തുടങ്ങും. വതഗയ്യറ ലൗനുക്, നിന്റെ നിറം മാറാൻ തുടങ്ങും. വതാറ ഖൽബുക്, നിന്റെ ഹൃദയത്തിന്റെ കടുപ്പം പാറിപ്പോവും, നീ ആകെ വിഷമത്തിലും അവശതയിലുമാവും. തുഖ്തിഉ ബിക സുഫൂഫ ഇലാ റബ്ബിക്, സഫുകൾക്കിടയിലൂടെ മലക്കുകൾ നിന്നെ പിടിച്ച് ഇടയിലൂടെ കൊണ്ടുപോകും. വൽവുഖൂഫ് വഖദ് റഫഅൽ ഖലായിഖു ഇലൈക അബ്സാറഹും, ആളുകളെല്ലാം നോട്ടം നിന്റെ നേരെയായിരിക്കും. വഅൻത ഫീ ഐദീഹിം, നീ അവരുടെ മുന്നിലൂടെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. വശദ്ദ റഅബുക ലിഇൽമിക ഐന യുറാദു ബിക്, പേടിച്ചിട്ടായിരിക്കും നടക്കുക, കാരണം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് കൃത്യമായി നിനക്കറിയാം. തൂക്കിലേറ്റാൻ പോകുന്ന ഒരാള് നാളെ രാവിലെ 6 മണിക്ക് നിന്നെ തൂക്കിക്കൊല്ലും എന്നവന് പോയിട്ട് രാത്രി പോലീസുകാർ പറഞ്ഞു. 5 മണിയാവുമ്പം ഡോക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ജയിലിലെത്തി. ഓനെ ബോഡി ചെക്കപ്പ് ചെയ്തു, എല്ലാം ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കി. 6 മണിക്ക് തൂക്കുകയറിലേക്ക് നടന്നു പോകുന്ന ആ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ദുനിയാവിൽ ഓൻ പോകുന്നത് തൂക്കുകയറിലേക്കാണ്. ആ നടന്നു പോകുന്ന കുറ്റവാളിയുടെ എത്രയോ മടങ്ങ് ശക്തമായ പേടിയും പറയലും ആൾക്കാരുടെ മുന്നിലൂടെ റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ കൽബില് ഉണ്ടാവും. പക്ഷേ വലത്തെ കയ്യിലെ കിതാബും പിടിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഓൻ സന്തോഷവാനായിരിക്കും. വഅൻത ബൈന യദൈ റബ്ബിക്, നീ നിന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഫീ യദിക സഹീഫത്തുൻ മുഖ്ബിറത്തുൻ ബിഅമലിക്, നിന്റെ കൈമേൽ എന്തുണ്ട്? നീ ചെയ്തു കൂട്ടിയ അമലുകൾ എഴുതപ്പെട്ട കിതാബുകളുണ്ട്. ലാ തുഗാദിറു ബലിയതൻ കതംതഹാ വലാ മുഖ്ബിഅതൻ അസ്റർതഹാ. എന്താണ് ആ കിതാബിന്റെ പ്രത്യേകത? നീ ഒളിപ്പിച്ചു വച്ച, മറച്ചു വച്ചതെല്ലാം ഇന്ന് പരസ്യമാക്കപ്പെടാൻ പോവുകയാണ്. മരിക്കുന്നവരെ ആരും അറിഞ്ഞിട്ട, കുറ്റം ചെയ്തിട്ട് 50 കൊല്ലായി ആരും അറിഞ്ഞിട്ട അസമാധാനത്തിൽ ജീവിക്കാൻ. തെറ്റുകൾ ചെയ്തിട്ട് കുറെ ദിവസമായി, കുറെ ആഴ്ചകളായി, ഇതുവരെ ആരും അറിഞ്ഞിട്ട ഒരു സമാധാനം ഉണ്ടാവും. എന്നാൽ
ആ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ ഇതാ പരസ്യമായി വായിക്കാൻ പോവാൻ. ആര്? നീ തന്നെ വായിക്കാൻ പോവാൻ. ഞാൻ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന തെറ്റ് ചെയ്തു എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഉറക്കെ വായിക്കാൻ പോവാൻ. അങ്ങനെ എത്രയോ തിന്മകളാണ് നീ മറന്നുപോയത്, അതിതാ വായിച്ച് നീ ഒന്നുകൂടി ഓർക്കാൻ പോവുകയാണ്. എല്ലാം മറന്നിട്ടുണ്ടാവും, പക്ഷെ ഇന്ന് റബ്ബിന്റെ മുമ്പിൽ ആ കിതാബ് ഉറക്കെ വായിച്ച് അതിതാ പരസ്യമാക്കപ്പെടുകയാൻ പോവുകയാണ്. എത്രയെത്ര പ്രവൃത്തികളെ സംബന്ധിച്ചാണ് നീ വിചാരിച്ചത് ആരും അറിഞ്ഞിട്ട് ആരും കണ്ടിട്ട് ഞാൻ രക്ഷപ്പെട്ടു പോയി എന്ന് ആ വിചാരം തെറ്റായി പോയി എന്ന് നിനക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്. കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അതിപ്പോ നിന്നോട് ചോദിക്കാനും പോവാൻ എന്ന് നിനക്ക് ബോധ്യപ്പെടുമ്പോൾ എന്തായിരിക്കും നിന്റെ ഖൽബിന്റെ അവസ്ഥ? മാത്രമല്ല فيا حسرة قلبك ويا أسفك على ما فرطت فيه من طاعة ربك. അസമയത്തായിരിക്കും നിന്റെ നഫ്സ് നിന്നോട് പറയുക, ഓ കഷ്ടമായി പോയി, വല്ലാത്ത അവസ്ഥയായി പോയി. ഇതെല്ലാം ഇങ്ങനെ പരസ്യമാക്കപ്പെടുകയും ആൾക്കാരെ മുമ്പിൽ വെച്ച് വായിക്കുകയും ചെയ്യണമെന്നായിരുന്നുവെങ്കിൽ എന്തിനാ നീ ചെയ്തത്? നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്തിനാ ഈ കാട്ടിക്കൂട്ടിയത് എന്ന് നിന്റെ നഫ്സ് നിന്നോട് ചോദിക്കുന്ന ഒരു സാഹചര്യം വരാൻ പോവുകയാണ്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, എന്നാൽ കിതാബ് വലത്തെ കൈയിലാണ് നൽകപ്പെട്ടതെങ്കിൽ ഫഅലിമ അന്നഹു മിൻ അഹ്ലിൽ ജന്ന, ഒരു ബോധ്യപ്പെടുകയും ചെയ്തു ഞാൻ സ്വർഗത്തിന്റെ ആളാണ്. ഫയഖൂൽ, ആ സമയത്ത് ഇവൻ നടന്നു പോകുമ്പോൾ പറയും, ഹാ ഉഖ്റഉ കിതാബിയ, എല്ലാവരും ഒന്നോളിൻ, എല്ലാവരും എന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കിക്കോളിൻ, നന്മകൾ മാത്രമേ ഉള്ളൂ, ഞാൻ രക്ഷപ്പെട്ടിട്ടാ പോകുന്നു, എനിക്കൊരു ടെൻഷനും ഇല്ല, ഞാൻ സന്തോഷവാനാണ്. ഇതും പറഞ്ഞിട്ടായിരിക്കും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മലക്കിന്റെ കയ്യും പിടിച്ചിട്ട് ഇവൻ നടന്നു പോവുക. അങ്ങനെ അള്ളാഹു അവന് അനുവാദം കൊടുക്കുമ്പം അവൻ അവന്റെ കിതാബ് വായിക്കും. അവൻ നന്മയുടെ നേതാവായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ദുനിയാവിൽ ജീവിക്കുമ്പം നന്മകൾ ചെയ്യുന്ന ആൾക്ക് നേതൃത്വം കൊടുത്ത ആളായിരുന്നുവെങ്കിൽ, അവനെ വിളിക്കും. ആരൊക്കെയാണോ ഇവന്റെ നന്മയിൽ ഇവനോടൊപ്പം ഉണ്ടായത് അവരെല്ലാം ഇവന്റെ കൂടെ കൂടും. ഓരോരുത്തരുടെ പേരും അവരുടെ ഉപ്പാന്റെ പേരും ചേർത്താണ് വിളിക്കപ്പെടുക. അങ്ങനെ ഇവൻ മുന്നോട്ട് വരും. അങ്ങനെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഒരു വെള്ള കിതാബ് ഇവന്റെ കൈമലേക്ക് എടുത്തു കൊടുക്കും. അതിന്റെ പുറത്ത് ഒരുപാട് തിന്മകൾ, ഉള്ളിൽ ഒരുപാട് തിന്മകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അവന്റെ പിറകിൽ ഒരുപാട് നന്മകളും എഴുതിയിട്ടുണ്ടാവും. അവൻ തിന്മകൾ വായിച്ചു തുടങ്ങും. കിതാബ് വായിക്കാൻ പറയും, കിതാബ് വായിച്ചു തുടങ്ങും. എഴുതപ്പെട്ട തിന്മകളാണ് വായിക്കാം. തിന്മകൾ ഇങ്ങനെ ഓരോന്ന് വായിച്ച് വായിച്ച് മുന്നോട്ട് പോകുന്തോറും ഓന്റെ അവസ്ഥ മാറുന്നു. മുഖം മഞ്ഞളിക്കുന്നു, നിറം മാറുന്നു, വിറയല് വരുന്നു, വിയർപ്പ് വരുന്നു, അവനാകെ പേടിയിലാവുന്നു. കാരണം വായിക്കുന്നത് തിന്മകളാണ്. ഒക്കെ വായിച്ച് കിതാബിന്റെ ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ട് കാണാം, ഇതൊക്കെ നീ ചെയ്ത തെറ്റുകളാണ്. ഇത്ര നേരം നീ വായിച്ചത് നീ ചെയ്ത തെറ്റുകളാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ നിനക്ക് പുറത്തു തന്ന തെറ്റുകളാണ്. കാരണം പൊറുക്കപ്പെടാനുള്ളത് മറിയല്ല, പൊറുക്കപ്പെടാനുള്ളത് ഇവൻ ചെയ്തിട്ടുണ്ടാവും. എല്ലാം വായിച്ച് അവനെ പേടിപ്പിച്ച് ഓന്റെ നിറം മാറി കണ്ണു തള്ളി ആകെ വിറച്ചു. അപ്പോഴാ ഒരു വാക്ക് കാണുക, ഇത്രയും നേരം നീ വായിച്ചത് നിന്റെ തിന്മകളാണ്, പക്ഷെ ഇതെല്ലാം ഞാൻ നിനക്ക് മാപ്പാക്കി തന്ന തിന്മകളാണ്. ഇത് കേൾക്കുമ്പം, ഇത് കാണുമ്പം ഇവൻ വല്ലാണ്ട് സന്തോഷിക്കും. കിതാബ് നേരെ മറിക്കും. പിന്നെ അവൻ വായിക്കുന്നത് അവന്റെ നന്മകളുടെ കൂമ്പാരമായിരിക്കും.
ഫലാ യസ്ദാദു ഇല്ലാ ഫറഹ, ഓരോ നന്മ വായിക്കും തോറും സന്തോഷം കൂടി 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 വരും. ഹത്താ ഇദാ ബലഗ ആഖിറൽ കിതാബ്, അങ്ങനെ കിതാബിന്റെ ലാസ്റ്റ് എത്തുമ്പം വജദ ഫീഹ്, അവിടെ എഴുതിയിട്ടുണ്ടാവും ഹാദിഹി ഹസനാതുക്, ഇതാണ് നീ നിന്റെ ദുനിയാവിലെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും. ഖദ് ദൂഇഫ്തു ലക്, അല്ലെങ്കിൽ ദൂഇഫത് ലക്, നിനക്കത് ഒരുപാട് ഇരട്ടിയാക്കപ്പെട്ടിരിക്കുന്നു. ഫബീദ വജ്ഹു, അവന്റെ മുഖം പ്രകാശിക്കും, വെളുക്കും. വയുഅ്താ ബിതാജിൻ, ഒരു കിരീടം കൊണ്ടുവരും. വയൂദഉ അലാ റഅസി, അവന്റെ തലയിൽ വെക്കപ്പെടും. വയുക്സാ ഹുല്ലതൈനി, രണ്ട് ആഭരണങ്ങൾ അവനെ അണിയിക്കപ്പെടും, നല്ല വസ്ത്രം ധരിപ്പിക്കപ്പെടും. വയുഹല്ലി കുല്ല മഫ്സലിൻ ഫീഹി വയതൂലു 60 ദിറാഅൻ, അങ്ങനെ 60 അടിയോളം അവന്റെ നീളം ഉയർത്തപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്വർഗത്തിലുള്ള ആൾക്കാരുടെ അടി 60 അടിയാണ്. വഹിയ ഖാമതു ആദം, ആദം നബിയുടെ നീളമാണ് ആ നീളം, 60 അടി നീളം. ആ നീളത്തിലേക്ക് അവനെ കൊണ്ടുപോകും. വയുഖാദു ലഹു, എന്നിട്ട് പറയപ്പെടും അവനോട്, ഇൻതലിഖ് ഇലാ അസ്ഹാബിക്, നിന്റെ കൂട്ടുകാരോ ബന്ധുക്കളോ അയൽവാസികളോ സഹപ്രവർത്തകരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടത്തേക്ക് പോയിക്കോളിൻ. ഫബശ്ശിർഹും, അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചോളിൻ. കളിവന്റെ കൂടെ നന്മയിൽ ഇവരൊക്കെ പങ്കാളികളാണ്, എല്ലാവർക്കും പോയിട്ട് സന്തോഷ വാർത്ത അറിയിച്ചോളിൻ. വഅഖ്ബിറുഹും, നീ അവർക്ക് പോയിട്ട് പറഞ്ഞു കൊടുത്തോളിൻ, അന്ന ലികുല്ലി ഇൻസാനിൻ മിൻഹും മിസ്ല ഹാദാ, എന്നോടൊപ്പം നന്മയിൽ ആരൊക്കെ പങ്കാളിയായോ അവർക്കെല്ലാം ഇതേപോലെ കിരീടവും ആഭരണവും വെളുപ്പും പ്രകാശവും ഒക്കെ കിട്ടാൻ പോവാൻ. ഫഇദാ അദ്ബറ ഖാൽ, അങ്ങനെ അവൻ തിരിച്ചു നടക്കുമ്പോൾ, കൊണ്ടുവന്നതെല്ലാം കഴിഞ്ഞു തിരിച്ചുകൊണ്ട് സ്ഥലത്തേക്ക് പോകുമ്പം ഓൻ പറയും, ഹാ ഉഖറഉ കിതാബിയ ഇന്നി ദനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൻ നടക്കുക. വന്നോളി, വായിച്ചോളി, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് ബോധമുണ്ടായിരുന്നു, ഞാൻ സൂട്ടിട്ട് ജീവിച്ചു. ഇത് കേൾക്കുമ്പോൾ അല്ലാഹു പറയും, ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. ഫീ ജന്നത്തിൻ ആലിയ, ഉയർന്ന സ്വർഗത്തിലാണ്. ഖുതൂഫുഹാ ദാനിയ, പഴങ്ങളൊക്കെ വളരെ അടുക്കപ്പെട്ടിട്ടുണ്ടാവും. ഫയഖൂലു ലി അസ്ഹാബി, അങ്ങനെ അവൻ നടന്ന് അവന്റെ ബന്ധുക്കളോ ചങ്ങാതിമാരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തെത്തും. അവൻ ചോദിക്കും, ഹൽ തഅരിഫൂനി, നിങ്ങൾക്ക് എന്നെ അറിയോ? ഇവന്റെ കോലം മാറിയിട്ടാണുള്ളത്, കിരീടം, ആഭരണം, വെളുപ്പ്, പ്രകാശം, സന്തോഷം, എന്നെ അറിയോ? ഫയഖൂലൂൻ, അപ്പൊ അവര് പറയും, ഖദ് ഗമ്മറത്ക കറാമത്തുല്ലാഹ്, അല്ലാഹു നിനക്ക് തന്ന ആദരവ് ബഹുമാനം നിന്നെ ആകെ മാറ്റിയിരിക്കുന്നു. മൻ അന്ത്, നീ ആരാണ്? അപ്പൊ ഫയഖൂൽ, ഇവൻ പറയും, അന ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാൽ ഇന്നവന്റെ മകൻ, ഇന്നവനാണ് ഞാൻ. ലയുബ്ശിർ കുല്ലു റജുലിൻ മിൻകും ബിമിസ്ലി ഹാദാ, നന്മയിൽ എന്നോടൊപ്പം നിങ്ങൾ കൂടിയില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ കിട്ടാൻ പോകുന്നുണ്ട്, സന്തോഷിച്ചോളിൻ. ഇതാണ് വലത്തെ കയ്യിൽ കിതാബ് കിട്ടി കഴിഞ്ഞിട്ട് വരുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. വഇദാ കാന അർറജുലു റഅസൻ ഫിശ്ശർ, ഒരാള് തിന്മക്ക് നേതൃത്വം കൊടുത്ത ആളാണെങ്കിൽ, അങ്ങനെ ചില ആൾക്കാരുണ്ടാവും, തിന്മയിൽ മുമ്പന്തിയിലുണ്ടാവും, എല്ലാത്തിനും നേതൃത്വം കൊടുക്കും, പൈസ പിരിക്കാനും പോവാനും ചാടാനും തുള്ളാനും എല്ലാത്തിനും മുമ്പിലുണ്ടാവും. യദ്ഉ ഇലൈഹി വയഅ്മുറു ബിഹി ഫയുക്സിറു തബഅഹു അലൈഹി, ഓനെ കൊണ്ടുവരും, ഓന്റെ കൂടെ ഷർറിൽ ആരൊക്കെ കൂടിയോ അവരെല്ലാം വിളിച്ചു കൂട്ടും. വനൂദിയ ബിസ്മിഹി വസ്മി അബീഹി, ഓന്റെയും ഓന്റെ ഉപ്പാരെയും പേര് ചേർത്ത് വിളിക്കും. ആ ഉപ്പാക്ക് നാണക്കടായിരിക്കും, അതുകൊണ്ട് ആ മക്കളെ നിർവഴിക്കാക്കാൻ പറയുന്നു. മാലോകരുടെ മുന്നിൽ അന്ന് മഹ്ശറിൽ ആ ഉപ്പ തല താഴ്ത്തി ലജ്ജിച്ച് തലകുനിക്കും. കാരണം മോനെ വിളിക്കുന്നത് ഈ ഉപ്പാന്റെ പേരോട് ചേർത്തിട്ടാണ്, വിളി മനസ്സിലാവും. ഫയതഖദ്ദമു ഇലാ ഹിസാബിഹി, അങ്ങനെ അവൻ വിചാരണക്ക് വേണ്ടി മുന്നോട്ട് വരും. ഫയുഖ്രിജു ലഹു കിതാബുൻ അസ്വദ്, നേരത്തെ അബിയദാണ്, വെളുത്ത കിതാബ് കൊടുത്ത് ഇവന്റെ കയ്യിൽ കറുത്തൊരു കിതാബ് കൊടുക്കും. ബിഖത്തിൻ അസ്വദ്, അതിൽ കറുത്ത മഷി കൊണ്ട് എഴുതിയിട്ടുണ്ടാവും. ഫീ ബാത്തിനിഹിൽ ഹസനാത്ത്, പുറംചട്ടയിൽ ആദ്യം നന്മകളായിരിക്കും. വഫീ ളാഹിരിഹി സയ്യിആത്ത്, മറുഭാഗത്ത് തിന്മകളായിരിക്കും. ഫബദഅ ബിൽ ഹസനാത്തി ഫയഖറഉഹാ, ഇവൻ നന്മകൾ എഴുതിയ ഭാഗം ഇങ്ങനെ വായിക്കാൻ തുടങ്ങും. വയദുന്നു അന്നഹു സയൻജു, രക്ഷപ്പെടുമെന്നവൻ വിചാരിച്ചു തുടങ്ങും, കാരണം വായിക്കുന്നത് നന്മകളാണ്.
അവൻ അവന്റെ കിതാബിൽ എഴുതപ്പെട്ട നന്മകൾ വായിക്കും. നന്മകൾ ഇങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ ഓം വിചാരിക്കും, ഞാൻ രക്ഷപ്പെട്ടു പോയി. കുറെ കുരുത്തക്കേട് കാണിച്ചു വന്നിട്ടാണെങ്കിലും നന്മകളാ കാണുന്നത്. അങ്ങനെ വായിച്ച അവസാന ഭാഗം എത്തുമ്പം അവിടെ കാണാം, എഴുതിയിട്ട് കാണാം, ഹാദിഹി ഹസനാതുക്, ഇതൊക്കെ നിന്റെ നന്മകളാണ്, പക്ഷേ ഇതൊന്നും ഞാൻ കബൂലാക്കിയില്ല. ശിർക്ക് ചെയ്തിട്ടുണ്ടാവും, ഇഷ്ടംപോലെ നന്മയുണ്ടാവും, പക്ഷെ മുശ്രിക്കായിട്ടേ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ കുറെ നന്മകൾ ചെയ്തിട്ടുണ്ടാവും, അപ്പൊ എല്ലാം മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ ആ നന്മയുടെ കൂലിയെ ബാത്തിലാക്കുന്നതിന്റെ അപ്പുറത്ത് വേറെ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും കബൂലാക്കിയിട്ടില്ല. അവന്റെ മുഖം കറുക്കാൻ തുടങ്ങും. അവന് സങ്കടം വല്ലാണ്ട് വരും. ഇനി ഖൈർ കിട്ടുമെന്ന ആ ഒരു പ്രതീക്ഷയിൽ നിന്ന് തീർത്തും അവൻ നിരാശനാവും. കാരണം അവൻ കാണില്ല, ശരീരം കറുക്കുന്നു, വിഷമം നേറുന്നു, പേടി വരുന്നു, കാല് പുറക്കുന്നു, നിരാശനായി, രക്ഷയില്ല എന്ന് മനസ്സിലായി. സുമ്മയഖ്ലബു കിതാബ, കിതാബ് നേരെ തിരിക്കും. ഫയഖറഉ സയ്യിആതഹു, അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ അവൻ വായിക്കാൻ തുടങ്ങും. ഫലാ യസ്ദാദു ഇല്ലാ ഹുസ്ന, ഓരോന്ന് വായിക്കും തോറും വിഷമം ഇങ്ങനെ കൂടി വരുന്നു. വലാ യസ്ദാദു വജ്ഹഹു ഇല്ലാ സവാദ, മുഖത്തുള്ള കറുപ്പിങ്ങനെ കൂടി കൂടി വരുന്നു. ഫഇദാ ബലഗ ആഖിറുൽ കിതാബി വജദ ഫീ, അങ്ങനെ വായിച്ച് അവസാനം ആയി കഴിയുമ്പം അവിടെ എഴുതിയിട്ടുണ്ടാവും, ഹാദിഹി സയ്യിആതുക്, ഇതാണ് നീ ചെയ്ത തിന്മകൾ, ഒന്നും വിട്ടില്ല, എല്ലാം കൃത്യമായിട്ട് അതിലുണ്ട്. വഖദ് ദുഇഫത് അലൈക, ഇതിന്റെ അദാബ് ഇരട്ടിക്കിരട്ടിയായി നിനക്ക് തരാൻ പോവുകയാണ്. ഖാല ഫയുഅദമു ഇലന്നാരി, നരകത്തിലേക്ക് അവനെ കൊണ്ടുപോകും. വതസ്റുഖു ഐനാഹു, അവന്റെ രണ്ട് കണ്ണുകളും നീല നിറത്തിലാവും. വയസ്വദ്ദു വജ്ഹു, മുഖം കറുക്കും. വയുക്സാ സറാബീലൽ ഖത്റാൻ, നരകത്തിന്റെ തീ കൊണ്ടുള്ള പാൻസ് അവന് ധരിപ്പിക്കപ്പെടും. ചൂടുള്ള പാൻറ്റായിരിക്കും നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പം അവന് ഇട്ട് കൊടുക്കുക. വയുഖാലു ലഹു, പറയും അവനോട്, ഇൻതലിക് ഇലാ അസ്ഹാബിക്, ഈ തിന്മകൾ ചെയ്യാൻ നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരുടെ അടുത്തേക്ക് പോയിക്കോ. ഫഅഖ്ബിറുഹും, എന്നിട്ട് പറഞ്ഞു കൊടുത്തോളൂ, ഇന്ന ലികുല്ലി ഇൻസാനിൻ മിൻഹും മിസ്ല ഹാദാ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തർക്കും ഇതേപോലെ സംഭവിക്കാനിരിക്കാൻ. ഇപ്പൊ നിങ്ങളെയും വിളിക്കും, ഇതെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് നടക്കാൻ പോവാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് പേടിയാവും. ഇത് പറഞ്ഞിട്ട് ഫയൻതലിക്, ഓനോനെ നിന്ന സ്ഥലത്തേക്ക് നടന്നു പോവും. അപ്പോഴവൻ പറയുക, യാ ലൈതനീ ലം ഊത കിതാബിയ, ആ കിതാബ് കിട്ടിയിട്ടില്ലെങ്കിൽ നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, നമ്മൾ മറന്നുപോയ ആ സംഭവം അത് സംഭവിച്ചു പോയി. ഹലക അന്നി മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, എല്ലാം നഷ്ടപ്പെട്ടു, പൈസ ഉപകാരപ്പെട്ടിട്ടില്ല, അധികാരം ഉപകാരപ്പെട്ടിട്ടില്ല. അള്ളാഹു പറയും മലക്കുകളോട്, ഇതാ ഇവരെല്ലാവരും പിടിച്ചോളി, ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹ്, നരകത്തിലേക്ക് ഇട്ടോളി. ഇവർ ഇവന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് വരും. ഫയഖൂൽ, അപ്പോൾ ചോദിക്കും, തഅരിഫൂനി ഹൽ തഅരിഫൂനി, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഫയഖൂലൂൻ, അപ്പൊ ആ കൂട്ടുകാർ പറയും, ലാ, നിന്നെ മനസ്സിലായില്ല, ദുനിയാവിൽ ഒരുമിച്ച് കുറ്റം ചെയ്ത ആൾക്കാരാണ്, മനസ്സിലായില്ല. ഖദ് നറാ മാ ബിക മിനൽ ഹുസ്ൻ, പക്ഷെ നീ വലിയ സങ്കടത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാണുമ്പം. ഫമൻ അൻത, നീ ആരാണ്? ഫയഖൂൽ, ഇവൻ പറയും, അന ഫുലാൻ ഇബ്നു ഫുലാൻ, എന്നാൽ ഇന്നവന്റെ മകൻ, ഇന്നവനാണ് ഞാൻ. ലികുല്ലി ഇൻസാനിൻ മിൻകും മിസ്ല ഹാദാ, നിങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും ഇതന്നെയാണ് വരാൻ പോകുന്നത്. ഇതായിരിക്കും അവസ്ഥ. ഇതിന് ശേഷമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സ വിചാരണ ചെയ്യുന്നതും പിന്നെ മീസാനിടത്തേക്ക് അയക്കുന്നതും അവിടുന്ന് പിന്നെ സിറാത്തിലേക്ക് പോകുന്നതും അത് കടന്നു കിട്ടിയവൻ സ്വർഗത്തിലെത്തുന്നതും. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പറയാം. അല്ലാഹു രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ വലത് കയ്യിൽ കിതാബ് കിട്ടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ